കേരളത്തിലെ യൂത്ത് ഫണ്ട് കേരള കോൺഗ്രസ് പാർട്ടിയെ നശിപ്പിക്കുന്ന ഒരു ക്രിമി കീടം മാത്രമാണ്. ഇതിന് പേര് നടപടിയെടുത്താൽ പാർട്ടി എന്നോട് വിശദീകരണം ചോദിക്കട്ടെ, ഞാൻ പറയാം. ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾ ഇപ്പോൾ പത്രസമ്മേളനത്തിൽ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും ഉണ്ട്, ഞാൻ എൻ്റെ മൊബൈലിൽ പിടിച്ചു വെച്ചിട്ടുണ്ട്. എനിക്ക് അതിനെ താരം പേടിക്കണം. ഞാനൊരു പാർട്ടി വിരുദ്ധ പ്രവർത്തനം നടത്തിയിട്ടില്ല. അപ്പം അങ്ങനെ ആരെങ്കിലും പറഞ്ഞ് എന്നെ പാർട്ടി പുറത്താക്കുകയാണെങ്കിൽ ഞാനത് അതിനപ്പോൾ അപ്പം ഞാൻ പറഞ്ഞു കൊടുക്കാം. അതായത് എന്നെ പുറത്താക്കേണ്ട ഒരു സാഹചര്യമില്ല. കാരണം എനിക്കെതിരെ വിജിലൻസ് കേസ് ഉണ്ടെന്നും പറഞ്ഞ് എനിക്കെതിരെ വാർത്ത കൊടുത്തത് കേരള കോൺഗ്രസിലെ ചില നേതാക്കന്മാരാണെന്ന് എനിക്ക് ബോധ്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാനത് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ പത്രസമ്മേളനം വെച്ച് എനിക്ക് എൻ്റെ സത്യാവസ്ഥ ബോധ്യപ്പെടും. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഭാര്യയും മക്കളും ഒക്കെ ഉണ്ട്. ഭാര്യ ആഫീസിൽ വരുന്ന, പിള്ളേർ സ്കൂളിൽ പോകുന്ന, എൻ്റെ പത്രത്തിൽ വരുന്നത് അപ്പൻ 20 ലക്ഷം രൂപ അടിച്ചു മാറ്റിയിരുന്നു. അപ്പം ഞാനടുത്ത് അടിച്ചു മാറ്റിയിട്ടില്ല. ഞാനൊരു ബാങ്കിൽ കയറി മോഷണം നടത്തില്ല, ആരെയും പിടിച്ചും പറിച്ചിട്ടില്ല, ഞാനൊരു പെണ്ണ് കേസിലും പ്രതിയില്ല. അപ്പം അങ്ങനെയുള്ള എനിക്ക് സ്വാഭാവികമായിട്ടും ഞാനൊരു കേസിൽ പ്രതിയാണെന്ന് പറഞ്ഞ് പത്രത്തിൽ അല്ലെങ്കിൽ മാധ്യമത്തിൽ വാർത്ത വരുമ്പോൾ സ്വാഭാവികമായിട്ടും അതിനെ പ്രതിരോധിക്കേണ്ട അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവമില്ല എന്ന് ജനത്തെ ബോധ്യപ്പെടുന്നതിൻ്റെ ബാധ്യത എനിക്ക് മാത്രമാണ്. അതുപോലെ ഇതുപോലെ ഇപ്പോൾ പറഞ്ഞില്ലേ കേരള കോൺഗ്രസിൻ്റെ ആണെന്ന് പറഞ്ഞിരുന്ന പ്രസാരം ഇട്ടിരിക്കുന്നത് ജാള്യത മറയ്ക്കാൻ. എനിക്കൊരു ജാള്യതയില്ല. എൻ്റെ പേര് ഞാൻ കുറ്റം ചെയ്യട്ടെ, എന്നെ പോലെ എന്നെ ശിക്ഷിക്കട്ടെ. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ജീവിക്കാൻ വേണ്ടി ഒരു പ്രസ്ഥാനം തുടങ്ങുന്നതിന് വേണ്ടി ഞാൻ ലോൺ എടുത്ത് എനിക്കുള്ള വസ്തു 2 ഏക്കർ വസ്തു കൊണ്ട് പണയം വെച്ച് ലോൺ എടുത്ത് ഞാൻ ഒരു പ്രസ്ഥാനം തുടങ്ങിയതാണ് ഏറ്റവും വലിയ അഴിമതിയെങ്കിൽ ഞാൻ അതിനുവേണ്ടി എനിക്ക് തൂക്ക ശിക്ഷ ലഭിച്ചാൽ എനിക്ക് കുഴപ്പമില്ല. ഞാൻ അയക്കാൻ തയ്യാറാണ്. ഞാൻ ഒരു അഴിമതിയും കാണിച്ചിട്ടില്ല. പിന്നെ നിവൃത്തിയോടും കൊണ്ട് ലോൺ എടുത്തു. ആ ലോൺ എടുത്തപ്പോൾ KFC ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സ്കീം വരുന്നത്. അത് അവർ ലോൺസ് ഒന്നും പറഞ്ഞു അപേക്ഷ കൊടുത്തു കഴിഞ്ഞപ്പോൾ അവിടെ ചെന്നപ്പോൾ പറഞ്ഞു 21 വയസ്സുള്ള ആളെ അതിനെ ലോൺ കിട്ടുകയുള്ളൂ. ഉടനെ ഞാൻ പെട്ടെന്ന് എൻ്റെ ചേട്ടൻ്റെ മോളെ മാറ്റി വൈഫിനെ കയറ്റി അപേക്ഷ വെച്ചു. അത് കൃത്യമായിട്ട് പുള്ളിക്കാർക്ക് ജോലി ഉണ്ടായിരുന്നു. അത് തെറ്റായി പോയി. പക്ഷേ എനിക്ക് അറിയില്ലായിരുന്നു. അറിയാവുന്ന ഒരു പിഴവ്. അതാണിപ്പം നിയമപരമായിട്ട് പോലീസ് നോക്കുമ്പോൾ കോടതി നോക്കുമ്പോൾ ശരിയാണ്. ജോലി ഇല്ലാത്തവർക്ക് ലഭിക്കേണ്ട ലോൺ വാങ്ങിച്ചെന്നാണ്. പക്ഷേ ലോൺ വാങ്ങിച്ചിട്ടുമില്ല, ഒരു സബ്സിഡിയും ലഭിച്ചിട്ടില്ല. പുള്ളിക്കാരത്തെ ലോൺ എടുത്തിട്ടില്ല. 17 ലക്ഷം രൂപ ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്. അതിന് സബ്സിഡിയും കിട്ടിയിട്ടില്ല. അതാണ് സത്യാവസ്ഥ. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ ഇപ്പോൾ എനിക്ക് പൂർണ്ണമായിട്ട് ബോധ്യമായി കേരള കോൺഗ്രസിലെ ചില ക്രമീകീടങ്ങളാണ് എനിക്കെതിരെ ഈ പറഞ്ഞ വിജിലൻസ് ആരോപണം ഉന്നയിച്ച അല്ലെങ്കിൽ അത് പെരുപ്പിച്ചത്. അതിൻ്റെ തെളിവാണ് ജയകൃഷ്ണൻ എന്ന് പറഞ്ഞ കേരള കോൺഗ്രസിലെ മണ്ഡലം പ്രസിഡന്റ് ഇന്ന് അങ്ങനെ പ്രസ്താവന ഇറക്കിയിരിക്കുന്നത്. അയാൾക്ക് കേരള യൂത്ത് ഫണ്ട് യാതൊരു ബന്ധവുമില്ല. സംസ്ഥാന പ്രസിഡന്റ് ഇപ്പോൾ നിലവിൽ ഞാൻ തന്നെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് ഒരു ബന്ധവുമില്ല. ഓക്കെ, അപ്പം അതെ നിയമിച്ചതാണ്. അതായത് കേരള കോൺഗ്രസിൻ്റെ സോഷ്യൽ മീഡിയയിലെ ക്രിമി കീടമാണ്. കേരള കോൺഗ്രസിനെ തകർക്കുന്ന സോഷ്യൽ മീഡിയ ക്രിമികൾ. അതെ, സോഷ്യൽ മീഡിയ ക്രിമി അതാണ്, വേറെ കാര്യമൊന്നുമില്ല. അയാൾക്ക് കേരള കോൺഗ്രസോട് ബന്ധവുമില്ല. എല്ലാവർക്കും സോഷ്യൽ മീഡിയ പിന്നെ പറയാം, ഇയാൾ ഈ സോഷ്യൽ മീഡിയ എല്ലാ ഇതിനോട് കൊടുത്തു. ഇവന്റെ ഫേക്ക് ഐഡി എന്നാ അറിയോ? എന്റെ പേര് ബിനു മാത്യു എന്ന ഫേക്ക് ഐഡിയ. അത് ഉപയോഗിച്ചാണ് മുഴുവൻ വരുന്നത്. KM മാണിസാറിനെ മാത്രമേ തെരുവിനകത്തുള്ളൂ. PJ ജോസഫിനെ, ഫോൻസ് ജോസഫിനെ, റോഷി അഗസ്റ്റിനെ ഇവയാൾ തെരുവിലെ കാര്യമില്ല. എന്നെ ഉൾപ്പെടെ കേരള പ്രശ്നം മുഴുവൻ ബിനു മാത്യു എന്ന് പറഞ്ഞ PJ ആഗസാറ്. ഈ ആഗസാറിനെ പടുകളവെന്നും കടൽ കളവെന്നും ഒക്കെ വിളിച്ച് ഈ ബിനു മാത്യു എന്ന് പറയുന്ന ജയകൃഷ്ണ. അതുകൊണ്ട് ഈ ബിനു മാത്യു എന്ന് പറയുന്ന ഈ ജയകൃഷ്ണനെ അവനെ വെളിച്ചത്ത് കൊണ്ടുവരാൻ പാർട്ടി നേതൃത്വം തയ്യാറാവണം. അവന് സ്വന്തം പിതാവിൻ്റെ പേര് മാറ്റിയിട്ട് ബിനു മാത്യു എന്ന് പേരിട്ടിരിക്കുന്നു. ഇവനൊക്കെ മനുഷ്യനാണോ? സ്വന്തം അപ്പൻ്റെ പേര് മാറ്റി ജയകൃഷ്ണൻ്റെ അപ്പൻ്റെ പേരെന്നാ അറിയോ? ബാലകൃഷ്ണൻ. അതിന് പറയാം മാത്യു എന്ന് ഇട്ടേക്കുക, ബിനു മാത്യു. ഇവരെയൊക്കെ ഈ പാർട്ടി പോലും വെച്ച് ഉറപ്പിക്കുന്നത് എനിക്ക് പറയാം.